അവിടെ മുട്ടി പൊളിച്ചാ എന്നിട്ട് പോയാ മാറിന്ന് സർപ്രൈസ് സൂപ്പർ ആക്കി കരയണം. ഹായ് ഗൈസ്, അപ്പം നമ്മളെ കസിൻ ആയിട്ടുള്ള മോളി ഷെറിഹാന്റെ വെഡിങ് ആനിവേഴ്സറി ആണ് ഗൈസ് അല്ലേ? ഓക്കെ, അപ്പം ഞങ്ങൾ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഞാനുണ്ട്, പിന്നെ ഞങ്ങളെ കുഞ്ഞാമുണ്ട്, പിന്നെ ഞങ്ങളെ വേറൊരു കസിനും കൂടി ഉണ്ട് കേട്ടോ. ആൾ വരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി വീഡിയോസ് ഇങ്ങനെ പയ്യെ കാണാം ഗൈസ്. എന്തായാലും നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു സർപ്രൈസ് വീഡിയോ എടുക്കുന്നത്. സർപ്രൈസ് വീഡിയോ അല്ല, അവർക്ക് സർപ്രൈസ് കൊടുക്കണം ആദ്യമായിട്ടാണ്. നോക്കാം. അങ്ങനെ ഇതാ ഗൈസ് നമ്മൾ ഇറങ്ങാൻ കേട്ടോ. പ്ലാൻ ഇട്ടത് നമ്മളെ കുഞ്ഞാമായിരുന്നു കേട്ടോ. രാവിലെ തന്നെ ഉണ്ട് വിളിക്കുന്ന ആൾ, ഇന്ന് അവളുടെ വെഡിങ് ആനിവേഴ്സറിയാണ്, നമുക്കൊന്ന് സർപ്രൈസ് ആയിട്ട് പോയാലോ വെച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ പ്ലാൻ ഉണ്ടായത്. എനിക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഒറ്റയടിക്ക് ഓക്കെ നമുക്ക് പോവാം, നമ്മൾ പിന്നെ എന്ത് കേൾക്കാൻ നിൽക്കുകയാണല്ലോ, ഇറങ്ങിച്ചാടി പോവാം ഗൈസ്. അങ്ങനെ എല്ലാവരും കൂടി പോവാണ് കേട്ടോ. പോണ വഴിക്ക് ഇതാ നമ്മളൊരു കസിൻ ഉണ്ടോ, ഷോപ്പിക്ക് എന്തിനോ പോയതായിരുന്നു. അപ്പോൾ കഴിഞ്ഞിട്ടോ ഇതിൽ ഇടയ്ക്ക് വെച്ചിട്ടാണ് കയറുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മളെല്ലാവരും പോവാണ്. എന്തായാലും ബസ്സിനാണ് കേട്ടോ പോണത് ഗൈസ്. അപ്പോൾ ഇതാ കുഞ്ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഷുഗറൊക്കെ നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു നിങ്ങൾ പോരെന്ന് വെച്ചപ്പോൾ ഞാൻ അപ്പം വരാറുണ്ട് പോയിട്ടോ. അപ്പോൾ കുഞ്ഞാമ്മ വരുന്ന ടൈം കൊണ്ട് നമ്മൾ ഇവിടെ അടുത്തൊരു വീട്ടിൽ തന്നെ കുറേ അമ്പഴങ്ങ ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുന്ന് 2 കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക്. അതെടുത്തിട്ട് നമ്മൾ പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനെ ബസ് കാത്തിട്ട് ഇങ്ങനെ നിൽക്കായിരുന്നു. 2 ബസ് പോയി. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മളെ കസിന് വരുന്നത്. ഇവനാണ് കേട്ടോ, ഇവൻ്റെ അമ്മയാണ് നേരത്തെ പോയത്. അപ്പോൾ ആളാണെന്നുണ്ടെങ്കിൽ മാറ്റി സുന്ദരിയായിട്ട് നല്ല ചുരിദാറൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ബസ്സൊക്കെ കിട്ടി സെറ്റായിട്ട് ഗൈസ്. വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, സീറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഇരുന്നു. സ്വത്തുമണിയാണെന്നുണ്ടെങ്കിൽ ആദ്യമൊന്നും വലിയ അലമ്പില്ലാണ്ടൊക്കെ ഇരുന്നെങ്കിലും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓൻ അലമ്പ് തുടങ്ങിട്ടോ. ഓനല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഒതുങ്ങിയിരിക്കാന്ന് പറഞ്ഞത് ഭയങ്കര റിസ്ക്കുള്ളൊരു കാര്യമാണ്. ഓനെ പറഞ്ഞിട്ട് കാര്യമില്ല, ഓനക്കത് ശീലമായതാണ്. അപ്പോൾ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ എന്തൊക്കെ കുറേ ടോയ്സ് മാർക്കത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഓനക്കത് കണ്ടിട്ട് അത് വേണം, ആ കാറ്റത്ത് ആടുന്ന സംഭവം കേട്ടോ. പക്ഷെ അത് ഓൻ കൊടുക്കാൻ പറ്റൂലല്ലോ. പിന്നെ നമ്മൾ ആ ഫ്രണ്ടിൽ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വണ്ടികളൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിലും ആളുടെ കണ്ണ് മൊത്തം അവിടെ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ സാധനം ഓൻ്റെ അടുത്ത് ഉണ്ട്, വീട്ടിലുണ്ട്. പക്ഷേ എന്നാലും അതിങ്ങനെ പുറത്തുനിന്ന് കാണുമ്പോൾ പിന്നെ പ്രത്യേക തരത്തിലൊരു ഇഷ്ടമായിരിക്കുമല്ലോ. അങ്ങനെ പടപ്പറമ്പ് എത്തിയപ്പോൾ ആ ബസ് ഒന്ന് 10 മിനിറ്റ് നിർത്തിയിടും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ടൈം കൊണ്ട് പെട്ടെന്ന് തന്നെ പോയിട്ട് കേക്ക് മേടിക്കാൻ വിചാരിച്ചു. ബസ് നിർത്തിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു ഷോപ്പ് ഉണ്ട്, അവിടെ പോയിട്ട് കേക്ക് മേടിക്കാൻ കേട്ടോ. നെട്ടി ബബിൾ എന്ന് പറഞ്ഞിട്ടൊരു കേക്കാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത്. അടിപൊളി ടേസ്റ്റുള്ളൊരു കേക്കായിരുന്നു കേട്ടോ ഗൈസ്. നമ്മൾ മുമ്പൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതന്നെ മേടിക്കാന്നുള്ള തീരുമാനത്തിലെത്തി നമ്മളതൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിമ എഴുതിപ്പിക്കലാണ് പണി. അപ്പോൾ എന്തായാലും നമ്മൾ ആനിവേഴ്സറി എന്നാണ് എഴുതുന്നത്, ഹാപ്പി ആനിവേഴ്സറി എന്ന് എഴുതുന്ന നെയിമും കാര്യങ്ങളൊന്നും എഴുതുന്നില്ല. അങ്ങനെ ചെയ്യാൻ കേട്ടോ ഗൈസ്. കാണാനൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ, കേക്കൊക്കെ നല്ല സെറ്റായിരുന്നു. അങ്ങനെ എന്തായാലും നമ്മളതൊക്കെ എഴുതിക്കാണ്ട് പിന്നെ നേരെ പോവാണ്. അതിന് മുമ്പ് ഒരു സുർക്കേസ് മേടിച്ചിട്ടുണ്ട് ഗൈസ്. ഇത് നമുക്ക് ഫാമിലിയിൽ എല്ലാവർക്കും ഒരേമാതിരി ഇഷ്ടമുള്ളൊരു സാധനമാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണോ അല്ലേ നിങ്ങൾ കമൻറ്റ് ചെയ്യണം, അടിപൊളിയാണ്. അങ്ങനെ കേക്കും മേടിച്ചിട്ട് നമ്മൾ ഇറങ്ങാൻ കേട്ടോ. ബസ് 10 മിനിറ്റ് നിർത്തിയിട്ടതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ഉപകാരമായിട്ടോ. അല്ലെങ്കിൽ വീണ്ടും നമ്മൾ വേറെ ബസ് കയറി പോകേണ്ടി വന്നേനെ. അതുകൊണ്ട് എന്തായാലും ഒറ്റ ബസ്സിൽ നമുക്ക് അവിടെ എത്താൻ പറ്റിയിട്ടുണ്ട്. വീണ്ടും നമ്മൾ ബസ് കയറി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതിലും ഇറങ്ങിയിട്ട് മിഠായിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞാമ്മ ആണെങ്കിൽ കുഞ്ഞാമ്മേൻ്റെ ഒരു ഫ്രണ്ടിന് ബസ്സിൽ നിന്ന് കണ്ടു. അപ്പോൾ അങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ മിഠായിയൊക്കെ കഴിച്ച് നമ്മളെന്തായാലും അവിടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇനി ഇവിടുന്ന് നടക്കാനുള്ള ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ മോളിക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഞങ്ങൾ പോവാൻ കേട്ടോ ഗൈസ്. ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. പാളൂല എന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം ഞങ്ങൾ ആർക്കും ഒരു സൂചനയും കൊടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ പോവാൻ കേട്ടോ. ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. ഓളെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് എന്തായാലും നമ്മളിങ്ങനെ നടന്നിട്ട് പോവാണ്. പിന്നെ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഓൾക്ക് ഇങ്ങനെ സർപ്രൈസ് കൊടുക്കാൻ പറ്റുന്നത്. ആ കാര്യത്തിൽ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. പിന്നെ ഒരാളുടെ ജീവിതത്തിൽ പെട്ടെന്ന് ഇടിച്ച് കയറി പോയിട്ട് സർപ്രൈസ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഡയലോഗ് ഞാൻ കേട്ടിട്ടുണ്ട്. സംഭവം അടിപൊളിയാണ് കേട്ടോ ഗൈസ്. കാരണം എന്താണെന്നറിയാം, നമ്മൾ ഒരു പ്രാവശ്യങ്ങളാണ് ചെയ്ത് നോക്കണം, അപ്പോഴേ നമുക്കറിയുള്ളൂ. കാരണം വേറെ ഒന്നല്ല, നമുക്ക് അവരുടെ ഫേസിലുള്ള ഹാപ്പിനെസ് കാണുമ്പോൾ ഭയങ്കര സന്തോഷകരം ഗൈസ്. നമ്മളെ മനസ്സെന്ന് അറിയും കേട്ടോ. അങ്ങനെ ഒരു ഫീൽ ആയിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഭയങ്കര നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. പക്ഷെ അസുഖമുണ്ടാവില്ല, മോളി താമസിക്കുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്നും അറിയില്ല കേട്ടോ ഗൈസ്. ഞാൻ എന്തായാലും ഇവിടെ നിൽക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കും അറിയാം, കുഞ്ഞമ്മക്കും അറിയാം. പക്ഷേ എല്ലാവർക്കും കറക്റ്റ് അറിയണ്ടായിരുന്നില്ല. എനിക്കറിയാമെന്നുള്ള ലെവലിൽ ഞാനാണെന്നുണ്ടെങ്കിൽ പോവാൻ കേട്ടോ ഗൈസ്. ഇവർ ഫ്രണ്ടിൽ നേരെ നടക്കുന്നുണ്ട്. ഞാൻ വലിയ ആളായിട്ട് എന്താട്ടി സൈഡിൽ കൂടി കയറിട്ടെ, ഇതാണ് വഴി എന്നും പറഞ്ഞിട്ട് ഞാൻ കയറിയതോട് കൂടി ഇതിൻ്റെ ബാക്കിൽ എല്ലാവരും കയറി ഗൈസ്. കോമഡി എന്താ ഉണ്ടായി ചോദിച്ചു കഴിഞ്ഞാൽ വയ്യ അതല്ലായിരുന്നു. ഞാൻ കയറിയപ്പോൾ എല്ലാവരും വരിട്ടുണ്ട്. ഞാനാണെന്നുണ്ടെങ്കിൽ എല്ലാവരും വിളിക്കുന്നുണ്ട് തിരിയണം. പിന്നെയാണ് മനസ്സിലായത് വയ്യ അതല്ല എന്നിട്ട് ഗൈസ്. സംഭവം പാളിയിട്ടുണ്ടായിരുന്നു. എന്തായാലും നല്ല കോമഡി ആയിട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ മിണ്ടാണ്ട് പോട്ടെ. ഇവിടുന്ന് കുറച്ചും കൂടി നടക്കാണ്ട് ഗൈസ്. എന്നിട്ടാണ് ടോല വഴി നമ്മൾക്ക് കയറാനുള്ളത്. എന്തായാലും അങ്ങനെ നമ്മൾ കോമഡിയൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ച് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതാ മനു പറഞ്ഞാൽ ഞാൻ എന്തായാലും ഫ്രണ്ടിൽ പോകാം, ഓൾ അവിടെ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നോക്കാം. എന്നിട്ട് നമുക്ക് കേക്ക് ഫ്രണ്ടിൽ വെച്ചിട്ട് മാറി നിന്നിട്ട് അങ്ങനെ വീഡിയോ എടുക്കാമെന്നുള്ള പ്ലാനാക്കി.
അപ്പോൾ എന്തായാലും ഇതാ കേക്ക് വെച്ചിട്ട് നമ്മൾ മുട്ടി നോക്കുന്നുണ്ട് ഗൈസ്. മുട്ടി പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് കേട്ടോ ആൾ വരുന്നത്. ഓള് സംഭവം ആദ്യം വിചാരിച്ചോളെ ഹസ്ബൻഡ് കേക്ക് കൊണ്ടുവന്ന് ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് പോയതാവും എന്നാണ്. പിന്നെയാണ് സംഭവം മനസ്സിലായത് കേട്ടോ ആൾക്ക്. മുട്ടി കുറച്ച് കഴിഞ്ഞേക്കിന് തന്നെ ആൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആരും കാണാത്തോണ്ട് തന്നെ ഓള് എന്താന്ന് വിചാരിച്ചു. പിന്നെയാണ് മനസ്സിലായത് ഗൈസ്. ഏകദേശം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഗൈസ്. ഒക്കെ ഒരു സൂചനയും കിട്ടിയിട്ടില്ല എന്നുള്ളത്. ഓളാണെന്നുണ്ടെങ്കിൽ പുറത്തെവിടെ പോകാൻ വേണ്ടിയിട്ട് നിൽക്കട്ടെ ഗൈസ്. സംഭവം കുറച്ചുകൊണ്ട് പയച്ചില്ല എന്നുണ്ടെങ്കിൽ ഓൾ പോയിന് കേട്ടോ. വന്നാൽ നമ്മളാകെ സസ്യവും ചെയ്തിനു. എന്തോ ഒരു ഭാഗ്യം കൊണ്ട് എന്തായാലും ഓൾ പോയിട്ടില്ല, പോകാൻ വേണ്ടി നിന്നിട്ടുള്ളൂ. അങ്ങനെ നമ്മളെത്തിയപ്പോൾ പിന്നെ ഓള് പ്ലാനൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ഗൈസ് നമ്മളെന്തായാലും വന്നിട്ടുണ്ട്. എൻ്റെ സ്വത്തുമണിയാണെങ്കിൽ അലമ്പാക്കുന്നുണ്ട് ഗൈസ്. ഓനക്ക് എന്തോ നമ്മളിങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ നിന്നിട്ട് എന്താണെന്നറിയില്ല, ഓനങ്ങോട്ട് സെറ്റ് ആവണില്ലായിരുന്നു. ആദ്യം കുറച്ച് അലമ്പൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ അവന് കുറച്ച് കഴിഞ്ഞപ്പോൾ സെറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ, റെഡിയായി. പിന്നെ കരച്ചിലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും മോളി ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഗൈസ്. അവിടെ മുട്ടി പൊളിച്ചാ എന്നിട്ട് പോയാൽ മാറിന്ന് എനിക്ക് മനസ്സിലായി. പ്രതീക്ഷിച്ചീനോ? അടിപൊളി ഗൈസ്. അപ്പൊ എന്തായാലും സർപ്രൈസ് അടക്കി നമ്മള്. ഇനിയപ്പോ നമുക്ക് കേക്ക് കട്ട് ചെയ്ത് വീഡിയോ എടുക്കാം. നമ്മളൊരു സർപ്രൈസ് സൂപ്പർ ആക്കി. കരയണം കണ്ണീരില്ലല്ലോ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഗൈസ്. ഞാൻ ഇങ്ങനെ സങ്കടപ്പെട്ടു. എനിക്കാരുമില്ലല്ലോ എന്റെ മാപ്പിളുണ്ടെങ്കിൽ. ഇവിടെ കേക്ക് മുറിച്ചാണെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ആ സങ്കടം മാറ്റാൻ ഇതാ ഗൈസ് ഞങ്ങൾ വന്നിക്കണു. ഞങ്ങളിപ്പോ എന്തിനാണ് എനിക്കൊരു വിഷമം. നേരം നീച്ചപ്പോ അപ്പം മോളി എന്തായാലും ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ. ഓളെ ഹാപ്പിനെസ് കണ്ടപ്പോൾ പിന്നെ നമ്മൾ ഡബിൾ ഹാപ്പി ആയിരുന്നു കേട്ടോ ഗൈസ്. പറയാനൊന്നുമില്ല, അത്രയ്ക്ക് ഹാപ്പി ആയിരുന്നു എല്ലാവരും. മോളിയാണെന്നുണ്ടെങ്കിൽ ഒക്കെ എന്തൊക്കെയോ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. എന്തായാലും നമുക്കും ഭാഗ്യം ഉണ്ട് ഗൈസ്. ഓള് പോയിട്ടുണ്ടായിരുന്നില്ല, നോളായില്ല. എന്തായാലും വന്നത് സംഭവം സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഓളെ ക്രാബാണ് കേട്ടത് ഗൈസ്. നല്ല ഭംഗിയുണ്ട്. ഇത് ഇടയ്ക്ക് വെച്ച് ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഐറ്റം ആയിരുന്നല്ലോ. ഞാനതങ്ങനെ യൂസ് ചെയ്യലൊന്നുമില്ല, പക്ഷേ എൻ്റെ അനിയത്തിയൊക്കെ കുത്തിനെ കണ്ടിട്ടുണ്ട് ഗൈസ്. വെറുതെ കണ്ടപ്പെടുത്ത് കുത്തിയതാണ്, ഒരു രസം അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും കേക്ക് എന്തായാലും അൺബോക്സ് ചെയ്യാം. അങ്ങനെ ഇതാ കേക്ക് പൊളിക്കാണ് ഗൈസ്. സോറി, പെട്ടി പൊളിക്കാണ് ഗൈസ്. കേക്ക് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ കേക്കൊക്കെ സെറ്റാണ് കേട്ടോ ഗൈസ്. കാണാനൊക്കെ നല്ല അടിപൊളിയായിരുന്നു, നല്ല ലുക്കൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടപ്പോൾ നല്ല സെറ്റ് കേക്കാണ്. പിന്നെ ചെറുതായിട്ട് തണുപ്പൊക്കെ പോയിട്ടുണ്ടായിരുന്നു, ബസ്സിലിങ്ങനെ ഇരുന്നിട്ട് വന്നതല്ലേ. അപ്പോൾ അതിൻ്റെ സംഭവങ്ങളൊക്കെ ചാടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ പിന്നെ അപ്പളേ വയ്യാക്കിയിട്ടുണ്ട് കേട്ടോ എൻ്റെ കസിൻസ് എല്ലാ ആൾക്കാരും. അങ്ങനെ അത് ആ കേക്ക് കട്ടിങ്ങിൻ്റെ കാര്യങ്ങളിലേക്ക് നടക്കാം. അതിന് മുമ്പ് ഞാൻ വേറെ സാധനം കാണിച്ചത്. ഇത് റെസിനാർട്ടാണ് കേട്ടോ ഗൈസ്. ഓളെ ഹസ്ബൻഡും ഒക്കെ ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളതായിരുന്നു. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഗൈസ് കാണാൻ വേണ്ടിയിട്ട്. വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നല്ല, അതിലേറെ നല്ല അടിപൊളിയായിരുന്നു. നല്ല അടിപൊളി സംഭവമായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓള് ജസ്റ്റ് ഷാളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നു. അങ്ങനെ ഇതാ കേക്ക് കട്ടിങ്ങിലേക്ക് ഇടുന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ നല്ല സെറ്റ് ആയിരുന്നു. പിന്നെ ഇതാ ഓള് ആദ്യം സ്വത്തുമണിക്ക് കൊടുക്കുന്നുണ്ട്, പക്ഷേ സ്വത്തുമണി കഴിക്കണില്ല ഗൈസ്. പിന്നെ എനിക്ക് തന്നു കേട്ടോ. ഞാൻ കഴിച്ചതിന് ശേഷമാണ് ഗൈസ് സ്വത്തുമണി കഴിച്ചത്. എന്താണെന്ന് അറിയില്ല. അല്ലെങ്കിലും എൻ്റെ സ്വത്തുമണിക്ക് ഭയങ്കര സ്നേഹമാണ് ഗൈസ്. ചില നേരത്തിട്ടോ എന്നോട്. അങ്ങനെ ഇതാ ഞാൻ ഓക്ക് കേക്കിൻ്റെ ഒരു പീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതാ സ്വത്തുമണിക്ക് കൊടുത്തു. അപ്പോൾ അവൻ കഴിക്കുന്നുണ്ട് കേട്ടോ. അവന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കലായിരുന്നു കേട്ടോ. പിന്നെ അതാണല്ലോ ബാക്കിയുള്ള ചടങ്ങ്. എല്ലാവരും വന്നു കൊടുത്തു. പക്ഷേ കേക്കിനെ കുറിച്ച് പറയാനാണെങ്കിൽ കുഴപ്പമില്ല, അത്രേ പറയാൻ പറ്റുള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റ് ഒന്നും പറയാനില്ല കേട്ടോ. ഒരു ആവറേജ് അത്രേ പറയാനുള്ളൂ ഗൈസ്. അങ്ങനെ അതാ കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന ചടങ്ങൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ അതാ മോളിക്കാണെന്നുണ്ടെങ്കിൽ കേക്ക് കഴിച്ച് ഓക്ക് ഒരു വിധമായിട്ടുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓളങ്ങനെ ഷുഗർ കഴിക്കണ ഒരാളല്ല കേട്ടോ. ഞാനാണെങ്കിൽ ഭയങ്കര ഷുഗർ ആയിക്കോട്ടോ. ഫസ്റ്റ് ഒന്നും കഴിക്കില്ലായിരുന്നു, ഇപ്പം എന്താണെന്ന് അറിയില്ല, ഞാൻ ഭയങ്കരമായിട്ട് കഴിക്കൂട്ടോ. പക്ഷെ ഓളങ്ങനെ കഴിക്കില്ല, ഓള് ഭയങ്കര കൺട്രോൾ ചെയ്ത് കഴിക്കുന്ന ഒരാളാണ് കേട്ടോ. എല്ലാം അടിപൊളിയായി നടന്നു. പക്ഷേ അസിമോളില്ലാത്തതിൻ്റെ ഒരു കുറവ് നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളൊക്കെ പറഞ്ഞു അവളോട് കൊണ്ടുവരാറുണ്ട്. ഉടനെ കൊണ്ടുവരാൻ പറ്റൂലായിരുന്നു കേട്ടോ. അങ്ങനെ പെട്ടെന്നൊന്നും വിളിച്ചിട്ട് വരാൻ പറ്റൂല എന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നെ ഓളമ്മ വന്നപ്പോൾ പിന്നെ സോപ്പിട്ട് ഗൈസ് ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് പതിപ്പിച്ചപ്പോൾ ആൾ പറഞ്ഞു ഓക്കെ നമുക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ പോവുണ്ടായിരുന്നു. അല്ലെങ്കിൽ എന്തായാലും ഓള് വന്നാൽ അലമ്പാക്കും ഗൈസ്. ഓൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരും കൂടി കൂടാന്ന് പറയുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. പിന്നെ ഇതാ മൂത്തമ്മയും മൂത്താപ്പി ഓരും എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മൂത്താപ്പാൻ്റെ കൂടെ ഇതാ മോളി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ മോളെ. അപ്പോൾ പിന്നെ ഓളെ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ എന്തായാലും ഓളെ അലമ്പാക്കും ഗൈസ്. ഓൾക്ക് എല്ലാവരും കൂടി കൂടാന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് കേട്ടോ. പിന്നെ ഓളെ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ പിന്നെ പറയണ്ടല്ലോ ഗൈസ്. അങ്ങനെ ഇതാ ഇവർ രണ്ടാളും ആണെങ്കിൽ ആദ്യം തന്നെ കയറിയിരുന്ന കണ്ടിട്ട് പോകാൻ. ഓല് പിന്നെ ആരെങ്കിലും എവിടേക്കും പോകാന്ന് പറഞ്ഞാൽ എല്ലാവരും ബാക്ക് കൂടി കയറി പോകുന്ന ആൾക്കാരാണ് ഗൈസ് ഓല് കേട്ടോ. അങ്ങനെ ഓല് പോയ ടൈമിൽ ഇവരാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ആ പയറൊക്കെ പറിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഓളെ വീടിൻ്റെ ബാക്കിൽ ഒരുപാട് പയറുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ കുഞ്ഞാമയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇലയൊക്കെ ശേഖരിക്കാൻ കേട്ടോ. അതിൻ്റെ ഇല ഭയങ്കര ഉപ്പേരി വെച്ചാൽ ഭയങ്കര ടേസ്റ്റാന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ എടുക്കുന്നുണ്ട്. മൊത്തം ആ പയറൊക്കെ പറിച്ച് കൂട്ടി ഒരു മൂലക്കിലാക്കിയിട്ടുണ്ടായിരുന്നു. ഞാനിതാ ഓളെ ലിപ്സ്റ്റിക്ക് എടുത്തിട്ടൊക്കെയാണ് കേട്ടോ ഗൈസ്. നല്ല തനി ബംഗാളി ലുക്ക് വന്നിട്ടുണ്ട് കേട്ടോ എനിക്ക്. അല്ലെങ്കിൽ എന്നെ കണ്ടാൽ പറയും ബംഗാളികളെ പോലെ ഉണ്ട്.
ഉണ്ടെന്നൊക്കെ. ഇപ്പം എന്തായാലും കറക്റ്റ് ലുക്ക് ആയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര റെഡ് ലിപ്സ്റ്റിക്കാണ്. ഓൾഡ് ഇടുന്ന പോലെ എനിക്ക് ചേരുന്നില്ല ഗൈസ്. ഞാൻ ഇട്ടത് ഓവറായതാണ്ടോ ആണോ എനിക്കറിയില്ല. എന്തായാലും എനിക്ക് ആ ഷെയ്ഡ് ചേരുന്നില്ല കേട്ടോ. നല്ല വാട്ടർ പ്രൂഫ് ലിപ്സ്റ്റിക് ഒക്കെയാണ് ഗൈസ്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ അസിമോളും എത്തി, എല്ലാവരും എത്തിയപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചു ഇനി നമുക്ക് ഫുഡ് അയക്കാമെന്ന്. അങ്ങനെ ഫുഡൊക്കെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ്. അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും ഇതാ ഒരുമിച്ചിരുന്നിട്ടാണ് ഫുഡ് അയക്കണത്. ഫുഡ് അടിപൊളിയായിരുന്നു. മന്തിയും അൽഫാമും ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഇതാ ഐസ്ക്രീമും ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. ഐസ്ക്രീം അടിപൊളിയായിരുന്നു. ഗൈസ് നമുക്ക് ഐസ്ക്രീം ഒക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും കഴിച്ചു നോക്കാം. യോ അതെ ഗൈസ്, ഐസ്ക്രീം എന്നാ വേണ്ടി അവളെ കൊടുന്നാ കേട്ടോ. അത് ചുമ ഉണ്ട്, എന്നിട്ടാണ് ഐസ്ക്രീം എന്നോള്. എന്തായാലും നമുക്ക് ഐസ്ക്രീം കഴിക്കാം. ഒരു പ്രാവശ്യം ഐസ്ക്രീം അയച്ച് പിന്നെ എനിക്ക് ഐസ്ക്രീം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. വാനില ഫ്ലേവർ ആയിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഗൈസ്. എന്തായാലും എൻ്റെ സ്വത്തുമണിയാണെങ്കിൽ ഇടയ്ക്ക് വെച്ചിട്ട് ഉറങ്ങിയിട്ട് ഗൈസ്. അതാണ് ടോനെ ഞാൻ കാണിക്കാത്തത്. അപ്പോൾ നമ്മളെ മോളെ ഐസ്ക്രീം കൊണ്ടൊക്കെ വരുന്നുണ്ട്. എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ക്യാമറ ഓണാക്കി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ രണ്ടാളെ വായാടിയില്ല ഗൈസ്. ഞങ്ങൾ അങ്ങനെ സംസാരിച്ചുകൊണ്ട് കിട്ടോ. ഞങ്ങൾ രണ്ടാളും അതേമാതിരി തന്നെയാണ് കേട്ടോ. ഇടയ്ക്ക് ഞാനൊന്ന് ഫോട്ടോ എടുക്കാൻ ഇറങ്ങിയ ടൈമിൽ ഇതാ എല്ലാവരും വണ്ടി കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അങ്ങനെ ഇതാ സ്വത്തുമണി എടുത്ത് ഇതിൽ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഗൈസ് ഞങ്ങൾ പോവാണ്. ഞാൻ ഓളെ വള പൊക്കണം എന്ന് വിചാരിച്ചു, പക്ഷേ കൊടുക്കാം. നല്ല അടിപൊളി വളാട്ടോ ഗൈസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തായാലും അത് ഇട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ തിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. ഓൾ പറഞ്ഞു കൊണ്ടേക്കോന്നൊക്കെ പറഞ്ഞു, പക്ഷേ ഞാൻ വേണ്ടായിരുന്നു. പിന്നെ ഞാൻ എപ്പോഴാണ് തിരിച്ചു കൊടുക്കാമെന്ന് എനിക്ക് തന്നെ അറിയില്ല ഗൈസ്. ഞാൻ എന്തെങ്കിലും കൊണ്ടുവന്നാൽ പിന്നെ എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ. ഞാൻ അങ്ങനത്തെ ഒരു പ്രത്യേക തരം മാനസിക രോഗിയാണ് ഗൈസ്. വെറുതെ പറയാട്ടോ. അങ്ങനെ ബസ്സും കയറി തിരിച്ചു പോരുകയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇത്ര ഉള്ളൂ എന്താ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റും കൂടി ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ ഗൈസ്. അപ്പോൾ ഓക്കെ, ബൈ.